ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കോർപ്പസ് ക്രിസ്തി, ഈശോയുടെ തിരുശരീരവും തിരുരക്തവും വിശുദ്ധ കുർബാനയിൽ യഥാർത്ഥമായും സത്യമായും സന്നിഹിതമാണ് എന്ന സഭയുടെ ഉറക്കെയുള്ള പ്രഖ്യാപനമാണ് കോർപ്പസ് ക്രിസ്തി എന്ന തിരുനാളിലൂടെ സഭ ലോകം മുഴുവനും വിളിച്ചു പറയുന്നത്. തുടർന്നിങ്ങോട്ട് പരിശുദ്ധ തൃത്വത്തിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഞായറാഴ്ചയ്ക്ക് ശേഷം വരുന്ന ഞായറാഴ്ചയോ അല്ലെങ്കിൽ വ്യാഴാഴ്ചയോ ആണ് സഭയിൽ ഈ തിരുനാൾ പൊതുവെ ആഘോഷിക്കപ്പെട്ടു വരുന്നത്. ഇതിൻ്റെ സാരാംശം ഇത്രയേ ഉള്ളൂ: വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ തിരുശരീരവും തിരുരക്തവും യഥാർത്ഥമായും സന്നിഹിതമാണ് എന്ന് സഭ തൻ്റെ ഓരോ മകനെയും മകളെയും പറഞ്ഞു പഠിപ്പിക്കുന്നു. 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ തിരുനാളുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുന്നത്. ഒന്നാമത്തേത്, ഈശോ നമ്മളിൽ നിന്നും അകലെയല്ല, മറിച്ച് നമ്മോട് കൂടെ വസിക്കുന്ന ദൈവമാണ് ഈശോ എന്ന യാഥാർത്ഥ്യം ഈ കോർപ്പസ് ക്രിസ്തി നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ കുർബാനയിലൂടെ, വിശുദ്ധ കുർബാന സ്ഥാപനത്തിലൂടെ ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ തൻ്റെ ശരീരവും രക്തവും നമുക്കായി മുറിച്ചു നൽകുമ്പോൾ യേശു നമ്മളോട് അരുളി ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വിശുദ്ധ ബൈബിളിലുടനീളം നമ്മൾ കാണുന്ന ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന വചനഭാഗം. രണ്ടാമത്തേത്, ഓരോ വിശുദ്ധ കുർബാനയിലൂടെയും തന്നിൽ വിശ്വസിക്കുന്ന ആ വിശ്വാസിയെ ഈശോ ബലപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും തന്നോട് ചേർന്നിരിക്കുവാൻ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു. ഇതാണ് കോർപ്പസ് ക്രിസ്തി നൽകുന്ന രണ്ടാമത്തെ സന്ദേശം. എന്തെല്ലാം പ്രലോഭനങ്ങളുണ്ടെങ്കിലും പ്രതിബന്ധങ്ങളുണ്ടെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും തെറ്റുകളിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിലും നിനക്ക് ഞാനുണ്ട്, എന്നിലേക്ക് കടന്നു വരുവേൻ എന്നുള്ള ദൈവിക സന്ദേശമാണ് ഈ ഒരു തിരുനാളിലൂടെ സഭ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. മൂന്നാമത്തേത്, ഈശോയുടെ ശരീരവും രക്തവും സ്വീകരിക്കുന്ന ഓരോ ക്രിസ്ത്യാനിയും ആ ശരീരവും രക്തവും പകരുന്ന സ്നേഹം മറ്റുള്ളവനെ പങ്കുവയ്ക്കുവാനുള്ള ഉത്തരവാദിത്വമുള്ളവനാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി ഈ തിരുനാൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഓരോ വിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കുചേരുമ്പോൾ, നമ്മൾ ബലിയർപ്പിക്കുമ്പോൾ ഈശോയുടെ ശരീരവും രക്തവും നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. ഈ ശരീരവും രക്തവും നമ്മൾ സ്വീകരിക്കുമ്പോൾ ഈശോ നൽകിയ ഒരേ ഒരു കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഈ കൽപ്പനയുടെ ഏറ്റവും വലിയ സാരാംശമാണ് ഈശോയുടെ ബലിയർപ്പണം. ആ ബലിയർപ്പണമാണ് ഓരോ വിശുദ്ധ കുർബാനയിലും നമ്മൾ അനുസ്മരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ അനുസ്മരണമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ഭാഗമായി മാറേണ്ടത്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നതിലൂടെ നിങ്ങൾ എൻ്റെ ശിഷ്യരാണെന്ന് ലോകം മുഴുവൻ അറിയുമെന്നുള്ള ഈശോയുടെ ഒരേ ഒരു കൽപ്പന. ആ ഒരു കൽപ്പന നിറവേറ്റുവാൻ ഓരോ ക്രിസ്ത്യാനിയും ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് ഈ കോർപ്പസ് ക്രിസ്തി നൽകുന്ന ഈ ഒരു സന്ദേശം, പ്രത്യേകിച്ചും ഈ മൂന്നാമത് പറഞ്ഞ കാര്യം, ഇന്ന് ജാതിയുടെയും മതത്തിൻ്റെയും നിറത്തിൻ്റെയും ലിംഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും പേരിൽ പലപ്പോഴും നമ്മളെല്ലാം വേർതിരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ പേര് പറയുമ്പോൾ പോലും അവിടെ പല വിധത്തിലുള്ള വേർതിരിവുകൾ കണ്ടുകൊണ്ടിരുന്ന ഈ കാലഘട്ടത്തിൽ യാതൊരു വേർതിരിവുമില്ലാതെ ക്രിസ്തുവിനെ പോലെ എല്ലാവരെയും ചേർത്ത് പിടിക്കുവാനും ക്രിസ്തു എന്നെയും നിങ്ങളെയും സ്നേഹിക്കുന്നത് പോലെ ആ സ്നേഹം പരസ്പര സ്നേഹത്തിലേക്ക് പകുത്തു കൊടുക്കുവാനും അങ്ങനെ നല്ല ക്രൈസ്തവരായി തീരുവാനും ഈ തിരുനാളിലൂടെ നമുക്കും പരിശ്രമിക്കാം. ഇത്രയേ ഉള്ളൂ. ഈശോ നമ്മളിൽ നിന്നും എവിടെയും പോയിട്ടില്ല. എന്നോട് ചേർന്ന് നിൽക്കുന്ന, എന്നെ മനസ്സിലാക്കുന്ന, എന്നെ തിരിച്ചറിയുന്ന, എൻ്റെ വേദനകളിലും എൻ്റെ ദുഃഖങ്ങളിലും എൻ്റെ സന്തോഷങ്ങളിലും എന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു കർത്താവ് ഓരോ വിശുദ്ധ കുർബാനയിലൂടെയും എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നുണ്ട്. ഈ ദൈവിക സാന്നിധ്യത്തെ അറിയാത്തവരിലേക്ക് പകർന്നു കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കും ഉണ്ട്. ഈ കോർപ്പസ് ക്രിസ്തിയുടെ ഈ ആഘോഷം, പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും ഈ ക്രിസ്തുവിനെ പകർന്നു നൽകുന്നതാകട്ടെ. ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന ഈ ജീവനുള്ള ദൈവത്തെ മറ്റവർക്ക് പകർന്നു കൊടുത്തുകൊണ്ട് എൻ്റെ ജീവിക്കുന്ന ദൈവം നിന്നോടും കൂടെ ജീവിക്കുന്നുണ്ട് എന്നുള്ള ബോധ്യത്തിലേക്ക് അവരെ നമുക്ക് കൊണ്ടുവരാം. അങ്ങനെ പരസ്പരം സ്നേഹിക്കാം. ആ പരസ്പര സ്നേഹത്തിലൂടെ, വാക്കുകളിലൂടെ അല്ലാതെ നമ്മുടെ ജീവിതത്തിലൂടെ ഈ ദൈവം മറ്റുള്ളവരിലും നമ്മളിലും വസിക്കട്ടെ. എല്ലാവർക്കും തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും.